ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ കുഞ്ഞുണ്ണിയും വല്യുണ്ണിയും എന്നുള്ള കഥയാണ്. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോയാലോ? ഒരിടത്ത് കുഞ്ഞുണ്ണി എന്നും വല്യുണ്ണി എന്നും പേരുള്ള രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു. കുഞ്ഞുണ്ണി പാവമാണ്, വല്യുണ്ണിയാകട്ടെ വികൃതിയും. ഒരു ദിവസം രണ്ടുപേരും കൂടി പാടത്ത് കളിക്കാൻ പോയി. നിറയെ നെല്ല് വിളഞ്ഞു കിടക്കുന്ന പാടം കണ്ടത് വല്യുണ്ണിക്ക് സന്തോഷമായി. അയ്യടാ, നെൽച്ചെടികൾക്കിടയിലൂടെ ഓടിക്കളിക്കാം, തത്തകളെ കല്ലെറിയാം, ഹി വല്യുണ്ണി പറഞ്ഞു. അത് കേട്ട് കുഞ്ഞുണ്ണി തടഞ്ഞു. വല്യുണ്ണി നിന്നിടണേ, തത്തകളെ കല്ലെറിഞ്ഞിടല്ലേ, കതിരുകൾ ചവിട്ടിയൊടിച്ചിടല്ലേ, വരമ്പത്ത് കുത്തിമറിഞ്ഞിടല്ലേ. വല്യുണ്ണിയുണ്ടോ അത് കേൾക്കുന്നു. വല്യുണ്ണി കുറേ കല്ലുകളുമായി തത്തകൾക്കു നേരെ ഓടിച്ചെന്നു. അത് കണ്ട് തത്തകളെല്ലാം പേടിച്ച് പാടത്തിന്റെ കരയിലുള്ള മാവിലേക്ക് പറന്നു ചെന്നിരുന്നു. വല്യുണ്ണിക്ക് ദേഷ്യം വന്നു. അവൻ മാവിന്റെ ചുവട്ടിലേക്ക് ചെന്നു. എന്നിട്ട് തത്തകളെ നേരെ തുരതുരാ കല്ലെറിയാൻ തുടങ്ങി. പെട്ടെന്ന് വല്യുണ്ണി എറിഞ്ഞ ഒരു കല്ല് ഉന്നം തെറ്റി കല്ല് മാവിന്റെ തടിയിൽ കൊണ്ട് തിരിച്ചു വന്നു വല്യുണ്ണിയുടെ നെറ്റിയിൽ പതിച്ചു. വേദന കൊണ്ട് വല്യുണ്ണി കരയാൻ തുടങ്ങി. അമ്മേ, അച്ചച്ചാ, ഓടി വരണേ. വല്യുണ്ണിയുടെ ഒച്ച കേട്ട് അച്ചച്ചനും അമ്മയും ഓടിയെത്തി. അവൻ വല്യുണ്ണിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോൾ വല്യുണ്ണിയുടെ വേദനയൊക്കെ മാറി. ആ പാവം തത്തകളെ കല്ലെറിഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നത്. ഇനി ആരെയും ഉപദ്രവിക്കരുത് കേട്ടോ, അമ്മ പറഞ്ഞു. വല്യുണ്ണിക്ക് തൻ്റെ തെറ്റു മനസ്സിലായി. പിന്നീട് അവൻ നല്ല കുട്ടിയായി മാറുകയും ചെയ്തു. നിങ്ങൾക്ക് ഇതിൽ എന്ത് ഗുണപാഠം മനസ്സിലായത്? ഒരാൾ നമ്മൾ കാട്ടിയ അവർ നമ്മളുടെ തിരിച്ചുള്ള അനുഗ്രഹം നമുക്ക് കാട്ടിത്തരും. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കമൻറ്റ് ചെയ്തോളൂ.